നമസ്കാരം. വെറും 3000 രൂപയുടെ കുടിശ്ശികയെ ചൊല്ലിയുണ്ടായ നിസ്സാര തർക്കത്തിനൊടുവിൽ മധ്യവയസ്കനെ വഴിയിൽ തടഞ്ഞു നിർത്തി ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് പച്ചയ്ക്ക് തീ കൊളുത്തിക്കൊല്ലാൻ ശ്രമിച്ചതിന്റെ ഞെട്ടലിലാണ് കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ലയിലെ കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൊഗ്രാൽ റെയിൽവേ അടിപ്പാതയ്ക്ക് സമീപം ഇന്ന് പുലർച്ചെ 5:30യോടെയാണ് നാടിനെ പൂർണ്ണമായും നടുക്കിയ ഈ ക്രൂരമായ സംഭവം അരങ്ങേറിയത്. കർണാടകയിലെ ഹുബ്ലി സ്വദേശിയും വർഷങ്ങളായി മൊഗ്രാൽ കൊപ്പളത്ത് വാടക ക്വാർട്ടേഴ്സിൽ താമസക്കാരനുമായ തേപ്പ് മേസ്ത്രിയായ അബ്ദുൽ ഗഫൂറിന് നേരെയാണ് ഈ ക്രൂരവും ആസൂത്രിതവുമായ വധശ്രമം ഉണ്ടായത്. ആക്രമണത്തിൽ ശരീരത്തിന് സാരമായി പൊള്ളലേറ്റ ഇദ്ദേഹത്തെ ഉടനടി കുമ്പള ജില്ലാ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ അബ്ദുൽ ഗഫൂർ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം അപകടനില തരണം ചെയ്തിട്ടുണ്ടെന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്നും ലഭിക്കുന്ന ഔദ്യോഗിക വിവരം. ഈ ചോരക്കളിക്ക് പിന്നിലെ ക്രൂരതയുടെ ആസൂത്രണം ഇങ്ങനെയാണ്. പതിവ് പോലെ പുലർച്ചെ തന്റെ ക്വാർട്ടേഴ്സിൽ നിന്നും ജോലി സ്ഥലത്തേക്ക് പോകാനായി റെയിൽവേ അടിപ്പാതയ്ക്ക് സമീപം എത്തിയതായിരുന്നു അബ്ദുൽ ഗഫൂർ. ഈ സമയം അവിടെയുള്ള കാട്ടിൽ ഒളിച്ചിരുന്ന 4 അക്രമി സംഘം ഇദ്ദേഹത്തിന് മുന്നിലേക്ക് പെട്ടെന്ന് ചാടി വീണ് വഴി തടയുകയായിരുന്നു. തുടർന്ന് യാതൊരുവിധ പ്രകോപനവുമില്ലാതെ സംഘത്തിൽ ഒരാൾ കരുതിക്കുട്ടി കയ്യിൽ കരുതിയിരുന്ന മണ്ണെണ്ണ അബ്ദുൽ ഗഫൂറിന്റെ ദേഹത്തേക്ക് ഒഴിക്കുകയും മറ്റൊരാൾ കയ്യിലിരുന്ന ലൈറ്റർ ഉപയോഗിച്ച് അപ്പോൾ തന്നെ തീ കൊളുത്തുകയുമായിരുന്നു. ശരീരം ആസകലം ആളിപ്പടർന്ന തീയോടെ അബ്ദുൽ ഗഫൂർ പ്രാണരക്ഷാർത്ഥം നിലവിളിച്ചുകൊണ്ട് റോഡിലൂടെ ഓടിയതോടെ അക്രമികൾ സംഭവ സ്ഥലത്തു നിന്നും അതിവേഗം ഓടി രക്ഷപ്പെട്ടു. പുലർച്ചെ ഭീകരമായ നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് വസ്ത്രങ്ങളിലെ തീയണച്ചതും അബ്ദുൽ ഗഫൂറിനെ ഉടനടി ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിച്ചതും. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അബ്ദുൽ ഗഫൂർ തനിക്കെതിരെ ക്രൂരത കാട്ടിയ പ്രതികളെക്കുറിച്ച് പോലീസിന് കൃത്യമായ മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ശരവണൻ, മേരി എന്നിവരും കണ്ടാൽ അറിയാവുന്ന മറ്റൊരു വ്യക്തിയും ചേർന്നാണ് തന്നെ ആക്രമിച്ചതെന്നും അദ്ദേഹം പോലീസിനോട് പറഞ്ഞു. സീതാങ്കോളയിലെ ഒരു കെട്ടിടത്തിന്റെ പണിവകയിൽ താൻ ഈ സംഘത്തിന് 3000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. തനിക്ക് എഞ്ചിനീയർ നൽകാനുള്ള 18,000 രൂപ ലഭിച്ചാലുടൻ ഈ തുക നൽകാമെന്നിവരെ അറിയിച്ചിരുന്നിട്ടും പ്രതികൾ ക്രൂരമായ ആക്രമണത്തിന് മുതിരുകയായിരുന്നു. ഇതിനു പുറമെ ഇന്നലെ താൻ പോലീസുകാരനാണെന്ന വ്യാജേന ഒരാൾ ഫോണിൽ വിളിച്ച് പണം നൽകിയില്ലെങ്കിൽ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായും അബ്ദുൽ ഗഫൂർ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കേസിലെ പ്രധാന പ്രതികളായ മേരിയും സംഘവും തളങ്കര മാലിദിനാർ പള്ളിക്ക് സമീപമാണ് നിലവിൽ താമസിക്കുന്നത്. സംഭവത്തിൽ കുമ്പള പോലീസ് വധശ്രമം ഉൾപ്പെടെയുള്ള കടുത്ത വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയും ഒളിവിൽ പോയ പ്രതികൾക്കായി ഊർജിതമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വെറും 3000 രൂപയുടെ കുടിശ്ശികയെ ചൊല്ലിയുണ്ടായ നിസ്സാര തർക്കത്തിനൊടുവിൽ ഒരു മധ്യവയസ്കനെ വഴിയിൽ തടഞ്ഞു നിർത്തി ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് പച്ചയ്ക്ക് തീ കൊളുത്തിക്കൊല്ലാൻ ശ്രമിക്കുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. 3000 രൂപ അതിനുവേണ്ടി ഒരാളെ കൊല്ലാൻ ശ്രമിക്കുക എന്നതൊക്കെ ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും സാധിക്കുന്ന ഒന്നല്ല. എന്നാലും കാസർഗോഡ് ഇന്ന് പുലർച്ചെ 5:30യോടെയാണ് നാടിനെ പൂർണ്ണമായും നടുക്കിയ ഈ ക്രൂരമായ സംഭവം നടന്നത്. കർണാടകയിലെ ഹുബ്ലി സ്വദേശിയും വർഷങ്ങളായി മൊഗ്രാൽ കൊപ്പളത്ത് താമസിക്കുന്ന അബ്ദുൽ ഗഫൂർ എന്ന മധ്യവയസ്കന് നേരെയാണ് ക്രൂരമായ ആസൂത്രിതമായ ഈ വധശ്രമം ഉണ്ടായത്.